റോഡ് ഷോ പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തോതിലുള്ളൊരു ജനങ്ങളുടെ പങ്കാളിത്തം ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20,000-ലധികം 25,000-ഓളം ആളുകൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിന് തക്ക ആളുകളെല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ നിലവിൽ പടിഞ്ഞാറേക്കോട്ടയിലാണ് ഈ ഒരു റോഡ് ഷോ എത്തിയിട്ടുള്ളത്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ BJP ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരിയുണ്ട്. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു പ്രചാരണ പരിപാടികളും അതുപോലെ തന്നെ മറ്റ് പരിപാടികളുമെല്ലാം? തൃശ്ശൂർ തുടക്കം മുതലേ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ പ്രചരണം ആരംഭിച്ചിരുന്നു. പ്രചരണം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നത്. പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. അന്ന് തൃശ്ശൂരിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു സ്വീകരണമായിട്ടാണ് പ്രവർത്തകർ മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൊതുസമൂഹം അദ്ദേഹത്തെ വരവേറ്റത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസങ്ങളിലും നടക്കുന്ന റോഡ് ഷോയിലായാലും ഗൃഹസമ്പർക്കങ്ങളിലായാലും ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു സ്വീകാര്യതയുണ്ട്. പൊതുജനങ്ങൾ, BJP പ്രവർത്തകരല്ല, മറ്റ് രാഷ്ട്രീയമൊന്നുമില്ലാത്ത പൊതുജനങ്ങൾ, ഇനി കോൺഗ്രസ്സുകാരും CPIമാരുമായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ തയ്യാറാവുകയും. എത്രത്തോളം ഇതിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകൾ, അതായത് പ്രധാനമായും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് എത്തിയതെന്നാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം അത്രത്തോളം വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ ആരുടെ വോട്ടുകളാണ് ശരിക്കും നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത്? അല്ല, നിർബന്ധമായും കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമല്ല, സുരേഷ് ഗോപിക്ക് കാര്യമായി LDF വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് സുനിൽകുമാറിൻ്റെ സ്വന്തം മണ്ഡലം, നിയോജക മണ്ഡലമായിട്ടുള്ള അദ്ദേഹം പണ്ട് പ്രതിനിധീകരിച്ചിരുന്ന ചേർപ്പ് ഉൾപ്പെടെയുള്ള നാട്യ നിയോജക മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ ലീഡ്. അതിൽ നിന്ന് തന്നെ എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തായ അന്തിക്കാട്, സ്ഥാനാർത്ഥി സുനിൽകുമാറിൻ്റെ സ്വന്തം പഞ്ചായത്താണ്, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ പോലും സുരേഷ് ഗോപി ലീഡ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ വലിയ കേഡർ വോട്ടുകൾ, വലിയൊരു ശതമാനം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രചരണ ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രകടമായി അത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണാമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ സാധാരണഗതിയിൽ BJPക്കാരോടൊക്കെ എടുക്കുന്നൊരു നിലപാടുണ്ട്. അതിൽ നിന്നും വിപരീതമായി കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ പോലും തങ്ങളുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി വന്നാൽ എന്താണ് കുഴപ്പം, എൻ്റെ വീട്ടിൽ സുരേഷ് ഗോപിക്ക് ആഹാരം കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന രീതിയിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു, നിർബന്ധമായും ഇത്തവണ CPMൻ്റെ കേഡർ വോട്ടുകൾ, അതുപോലെ തന്നെ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു അപ്പർ ക്ലാസ് വോട്ടുകളായാലും ക്രിസ്ത്യൻ വോട്ടുകളായാലും അതെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സഹോദരന്മാരുടെ, ക്രിസ്ത്യൻ വോട്ടർമാരുടെ സഹകരണമാണ്. സുരേഷ് ഗോപിക്ക് പ്രചരണ കാലത്തെ 45 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവസം ആഹാരം നൽകിയത് ക്രിസ്ത്യൻ സഹോദരന്മാരുടെ വീടുകളിലാണ്. അവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ചില വിലയിരുത്തലുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വേണ്ടി എത്തി എന്ന് പറയുമ്പോഴും അത് മാത്രമല്ല പാർട്ടിയുടെ CPMന്റെ കേഡർ വോട്ടുകൾ പോലും എത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ BJPക്ക് തന്നെയുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്.